ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഇന്നലെ അക്ബറിൻ്റെ ഒരു ചാറ്റ് ലീക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഇത് ഫസ്മിനയുടെ ഒരു ട്രാപ്പാണ്, ഒരു ഉഡായിപ്പാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എത്ര പേര് അത് വിശ്വസിച്ചു എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ പറയാൻ കാരണം, ഫസ്മിൻ ആ ചാറ്റ് എക്സ്പോസ് ചെയ്തെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നിയിട്ടാണ്. എന്താണ് ആ അജണ്ട? അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഫസ്മിനയുടെ ഹസ്ബൻഡായ ലല്ലു എന്നാണ് എന്തുകൊണ്ടാണ് അവൻ്റെ പേര്, വിളിക്കുന്ന പേര് അങ്ങനെയാണ്. ഈ ലല്ലുമായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നു എന്നാണ് ഫസ്മിന സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ ഇന്നൊരു വീഡിയോ കണ്ടു, ഫസ്മിനയും ലല്ലുവും കൂടി തമ്മിൽ കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവർ ഹസ്ബൻഡ് വൈഫുമാണ്, തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, അത് അവരുടെ വിഷയമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, അവൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നവനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് ഒരു അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കും. പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇതൊരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആണുങ്ങൾ പേടിക്കണം ഇത്തരക്കാർ ഉള്ള സൊസൈറ്റിയിൽ ജീവിക്കേണ്ടി വരുന്നതിൽ. അക്ബറിനെ സംബന്ധിച്ച് ഫസ്മിനായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഫസ്മിന അക്ബറുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാ? വാട്സാപ്പിൽ. അക്ബർ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ പോകുന്നു, അതൊരു തരം ഭീഷണിയായിരുന്നു. നിങ്ങളുടെ ടിൻഡറിനകത്തുള്ള പരിപാടികൾ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകുന്നു, അതൊരു തരം ഭീഷണിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാം. സോ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തും. കാരണം ഒരുപാട് പേര് ഇവരുടെയൊക്കെ ചതിക്കണിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് കേൾക്കുക, മുഴുവൻ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആളുകളോട്, ഈ ടിൻഡറും അങ്ങനെയുള്ള ആപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക, ഇത്തരം ചതികൾ ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ പറഞ്ഞ ഹണി ട്രാപ്പ് പോലുള്ള ഒരു തരം ചതി തന്നെയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്, എങ്ങനെയാണ് ഒക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇത് ഫസ്മിന തന്നെയാണ് ഈ ചാറ്റ് ചെയ്തത്, അക്ബറിനോട് ചാറ്റ് ചെയ്തത് ഫസ്മിന തന്നെയാണ് എന്ന് എന്തുകൊണ്ട് ഞാൻ പറയുന്നു? അല്ലെങ്കിൽ ഫസ്മിന ഒപ്പം ഇരുന്നുകൊണ്ട് ആരെയോ കൊണ്ട് ഈ ചാറ്റ് ചെയ്യിപ്പിക്കുന്നു. ഞാൻ ഒന്നുകൂടെ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഫസ്മിനെയാണ് ഈ കാര്യത്തിൽ ചാറ്റ് ചെയ്തതെന്നും അക്ബറിനെ ഒരു ട്രാപ്പിലേക്ക് പെടുത്താൻ ശ്രമിച്ചതെന്നും പറയുന്നതെന്നും മനസ്സിലാകും. അതിന് മുൻപായിട്ട് അക്ബറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇത് ഇന്നലെ വന്നതാണ്, അക്ബറിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ട് വന്നതാണ്. ഫസ്മിനയ്ക്ക് ഒരു 16ന്റെ പണി വരുന്നുണ്ട്, ഉറപ്പായിട്ട് അത് വന്നിരിക്കും. കാരണം ഒരാളുടെ ലൈഫ് വെച്ചാണ് ഇവിടെ ഫസ്മിന കളിച്ചേക്കുന്നത്. അക്ബറാണത് ചാറ്റ് ചെയ്തതെങ്കിൽ അക്ബറിന്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്പർ കൊടുത്തു, അതായത് സംസാരിച്ച് 1-2 മിനിറ്റിനകത്ത് തന്നെ നമ്പർ ഷെയർ ചെയ്തു. എൻ്റെ മനസ്സിൽ തോന്നിയൊരു പോയിന്റ്, അക്ബറിന് ഒരു മോശം ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരുപക്ഷെ അക്ബർ ഒരു സിംഗറാണ്, ഒരുപാട് ആളുകളിലേക്ക് എത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം അത്. എന്ത് ഞാൻ പറയുന്ന കാര്യമാണ്, സത്യമാവണമെന്നില്ല. അവിടെ ഒരു ഫേക്ക് ഐ ഡി ആണ് എന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്പർ കൊടുത്തതായിരിക്കാം. ആ നമ്പർ കൊടുത്തത് തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അക്ബർ വന്നിട്ട് അക്ബറിന്റെ ഒരു വേർഷൻ പറയുന്നുണ്ട്, അക്ബർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ വഴി എൻ്റെ പേരിൽ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ചില ഔദ്യോഗിക പരിപാടികൾക്കായി ഞാൻ ഖത്തറിലായതുകൊണ്ടാണ് എൻ്റെ പ്രതികരണം വൈകിയത്. നിങ്ങൾ ശ്രദ്ധിക്കുക, അക്ബർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിദേശ യാത്രകളിലാണ്. ഓസ്ട്രേലിയ, അതുപോലെ ലാസ്റ്റ് ഖത്തറിൽ വന്ന് നിൽക്കുകയാണ്. ഓസ്ട്രേലിയ പോയ കാര്യമൊക്കെ അക്ബറിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴിയും അതുപോലെ നെവിന്റെ സ്റ്റോറി വഴിയൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. അങ്ങനെയുള്ള യാത്രകളിൽ നിൽക്കുന്ന സമയത്താണ് ഈ പരിപാടികൾ നടക്കുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഈ വിഷയത്തിൽ നിയമ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഭിപ്രായ പ്രകടനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ ആരും മറ്റൊരാളുടെ പ്രതിഷ്ഠയെയും ഇമേജ്, വ്യക്തിത്വത്തെയും ഹനിക്കുന്ന തരത്തിലുള്ള അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്താൻ അധികാരമുള്ളവരല്ലെന്ന് മനസ്സിലാക്കുക. നിയമപരമായ പ്രക്രിയയിലൂടെ ബന്ധപ്പെട്ട വ്യക്തികളോട് അവർ ആരോപിക്കുന്നത് പോലെ ഞാൻ ചെയ്തുവെന്ന് പറയുന്ന ഏതെങ്കിലും മോശമായ പ്രസ്താവനയോ പ്രവൃത്തിയോ എന്താണെന്ന് തെളിയിക്കണമെന്ന് ആവശ്യപ്പെടും. സത്യാവസ്ഥ തെളിയിക്കപ്പെടുമെന്നും നിയമവ്യവസ്ഥ ഈ വിഷയത്തിൽ അനുയോജ്യമായ വിധി നിർണ്ണയം നടത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അക്ബർ ഖാൻ. ഇതാണ് അക്ബറിന്റെ ആ ഒരു പോസ്റ്റ്. ഇതിനകത്ത് അക്ബർ പറയുന്നത്, ഞാൻ ചെയ്തുവെന്ന് പറയുന്ന ഏതെങ്കിലും മോശമായ പ്രസ്താവനയോ പ്രവൃത്തിയോ എന്താണെന്ന് തെളിയിക്കണമെന്ന് ആവശ്യപ്പെടും. ആ ചാറ്റിനകത്ത് മോശമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ കുട്ടി ചോദിക്കുന്നു, ഈസ് ഇറ്റ് റിയൽ? ഇത് റിയൽ അക്കൗണ്ട് ആണോ? അത് റിയൽ ആണ്. അപ്പോൾ അതെങ്ങനെ വിശ്വസിക്കും? വിശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്താൽ മതി എന്ന് പറയുന്നു. അത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അവിടെ ഈ കുട്ടി തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ നമ്പർ ചോദിച്ചാൽ നിങ്ങളത് എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ്, നമ്പർ തരാൻ ബുദ്ധിമുട്ടുണ്ടാവോ എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചോദിക്കുന്നത്. അപ്പോഴാണ് അക്ബർ പറയുന്നത്, അക്ബർ ആണെങ്കിൽ ആ ചാറ്റ് ചെയ്തത് അക്ബർ ആണെങ്കിൽ അക്ബർ പറയുന്നത് കുഴപ്പമില്ല, നമ്പർ പ്രശ്നമൊന്നുമില്ല, നമ്മൾ മുന്നോട്ട് വീണ്ടും സംസാരിക്കേണ്ടതല്ലേ. അവിടേക്കാണ് ഈ പറയുന്ന വലിയൊരു അലിഗേഷൻ അക്ബറിന് നേരെ വരുന്നത്. എന്തിനാണ് ഒരു ഫിയാൻസി ഉള്ളപ്പോൾ മറ്റൊരാളോട് എന്തിനിങ്ങനെ സംസാരിക്കണം എന്നൊരു അലിഗേഷൻ വരുന്നത്? ഓക്കെ, അതിൻ്റെ എന്താ റീസൺ എന്നുള്ളത് അക്ബർ തന്നെ പറയേണ്ട കാര്യമാണ്, നമുക്കറിയില്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതിന് ശേഷമാണ് ഈ കുട്ടി അക്ബറിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയി നോക്കി. നിങ്ങൾ ആലോചിക്കുക, അവിടെ തന്നെ ഒരു കള്ളമുണ്ട്. കാരണം
കഴിഞ്ഞ 3-3.5 മാസം ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഇത് കണ്ട ആൾക്കാർക്കും കാണാത്ത ആൾക്കാർക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആർക്കും അറിയാൻ പറ്റും അക്ബറിന് ഒരു ഫിയാൻസി ഉണ്ടെന്നും ആ കുട്ടി ബിഗ് ബോസ് ഹൗസിനകത്ത് പോയ കാര്യവും ഇൻസ്റ്റഗ്രാമും അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ഫസ്മിന പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ അക്ബർ ഈ പറയുന്ന മാരിഡ് ആണ്, അല്ലെങ്കിൽ അതിലൊരു അക്ബറിന് ഒരു ഫിയാൻസി ഉണ്ട് എന്നൊന്നും എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരുതരം എസ്കേപ്പിസം ആണ് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതിനുശേഷമാണ് ഫോട്ടോ കണ്ടതും വന്നിട്ട് പറയുന്നു നമുക്ക് ഈ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ഇതിവിടെ എൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ ചാറ്റ് അക്ബർ തന്നെ അവിടെ താങ്ക് യു പറഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ചാറ്റ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഫസ്മിനയുടെ വാദം എന്ന് പറയുന്നത്, ഫസ്മിന വാട്സാപ്പിൽ അക്ബർ ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ അക്ബർ ആണ്. നേരെ അക്ബറിന് മെസ്സേജ് അയച്ചു, ഇത് അക്ബർ അല്ലേ ബിഗ് ബോസ് ഷോയിലെ? അപ്പോൾ അക്ബർ പറഞ്ഞു അതെ. ഇതേ അക്ബർ തന്നെ പറയുന്നു കുറച്ച് മുൻപ് ഞാൻ തന്നെയല്ലേ തനിക്ക് നമ്പർ തന്നതെന്ന് പറയുന്നു. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് ചാറ്റും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ നേരിയ സമയമാണ്. അപ്പോൾ ഒരാൾ ഇത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ വളരെ വേഗം ഫസ്മിനയുടെ കയ്യിൽ ഈ ചാറ്റ് എത്തുകയും അതും 1 by 1 ചാറ്റായിട്ട് സ്ക്രീൻഷോട്ടായിട്ട് എത്തുകയും വിത്ത് നമ്പർ കിട്ടുമ്പോൾ ആ നമ്പർ വെച്ച് ഫസ്മിന ചാറ്റ് ചെയ്യുന്നു അക്ബറുമായിട്ട്. സ്പോട്ടിൽ തന്നെ അക്ബർ റിപ്ലൈ കൊടുക്കുന്നു, തനിക്കല്ലേ കുറച്ച് മുൻപ് ഞാൻ നമ്പർ തന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഫസ്മിന പറയുന്നു അത് ഞാനല്ല, അത് മറ്റാരോ ആണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒരു ഭീഷണിയുടെ സ്വരം വരുന്നത് അവിടെ. എന്താണ് ഭീഷണി? തൻ്റെ ടിൻഡർ അക്കൗണ്ടിലെ കുൽസിതങ്ങൾ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സ്വാഭാവികമായിട്ടും അക്ബർ അവിടെ പേടിച്ചിരുന്നുവെങ്കിൽ, അയ്യോ അങ്ങനെ ചെയ്യല്ലേ, നിങ്ങൾ എന്നെ നാണം കെടുത്തരുതേ എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഫസ്മിന അവിടെ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യമായിരിക്കും. അതെന്താണെന്നറിയാമോ? ആ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരി ഞാൻ എക്സ്പോസ് ചെയ്യുന്നില്ല, പകരം നിങ്ങൾ എനിക്ക് ഇത്ര രൂപ തരൂ എന്നായിരിക്കും ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്. എന്തേ, അതിന് പോസിബിലിറ്റി ഇല്ലേ? അക്ബർ അവിടെ ആ ചാറ്റ് എൻഡ് ചെയ്തതുകൊണ്ടാണ് ഇത് എക്സ്പോസ് ചെയ്യാൻ ഫസ്മിന തീരുമാനിച്ചത്. അല്ലാണ്ട് അതിനകത്ത് ഒരു നന്മ മരത്തിൻ്റെ യാതൊരു ഇമേജും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതെൻ്റെ വാദമാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഫസ്മിനെയാണ് ഈ ചാറ്റിന് പുറകിലെന്ന് പറയാൻ കാരണം, ഈ ചാറ്റിൻ്റെ ആദ്യത്തെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 8:13 അതായത് ഈസ് ദിസ് റിയൽ എന്ന് പറയുന്ന ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫസ്മിനെയോ ഫസ്മിനയുടെ അടുത്തിരിക്കുന്ന ആരോ ഒരാളാണ്. ഓക്കെ, 8:13 സ്റ്റാർട്ട് ചെയ്യുന്ന ചാറ്റ് അക്ബർ റിപ്ലൈ കൊടുക്കുന്നത് 9:23 അത് കഴിഞ്ഞിട്ട് 9:50 അക്ബറിൻ്റെ അടുത്ത റിപ്ലൈ വരുന്നത്. നിങ്ങൾ ആലോചിക്കുക, അക്ബറിൻ്റെ റിപ്ലൈയുടെ ഒപ്പം തന്നെയാണ് തിരിച്ചും അങ്ങോട്ട് മറുപടി കൊടുക്കുന്നത്. ഹലോ, ഹൗ ഡു ഐ നോ ഐ ക്യാൻ ട്രസ്റ്റ് യു സിൻസ് യു ആർ വെൽ നോൺ ആൻഡ് ദർ ആർ മെനി ഫേക്ക് അക്കൗണ്ട്സ് ദീസ് ഡേയ്സ് എന്ന് പറയുന്നു. ആരാ? ഈ ഫീമെയിൽ ഐ ഡിന്ന് പോകുന്നു. അത് ഫസ്മിനെയാണ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതിൻ്റെ റിപ്ലൈ വരുന്നത് 9:50 അപ്പോൾ അക്ബർ ഒരു കംപ്ലീറ്റ് ടിൻഡർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ 9:50 റിപ്ലൈ പോകുന്നു, ഫോർ യുവർ ട്രസ്റ്റ് വാട്ട് ഷുഡ് ഐ ഡു? ഇതാണ് അക്ബർ ചോദിക്കുന്നത്. അത് 9:50 ഇത് കഴിഞ്ഞ് ഫസ്മിനയുടെ ചാറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ല അതിപ്പോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. പറ എന്ന് അക്ബർ പറയുന്നു. ജസ്റ്റ് സെൻഡ് മീ എ റിക്വസ്റ്റ്, ഐ വോണ്ട് അക്സെപ്റ്റ്, യു ക്യാൻ ക്യാൻസൽ ഇറ്റ് ഇഫ് ദാറ്റ്സ് ഓക്കെ ഓർ എൽസ് യു ക്യാൻ ടെക്സ്റ്റ് മീ ഓൺ ഇൻസ്റ്റ. ഐ എം ഷുവർ യു വോണ്ട് ബി കംഫർട്ടബിൾ ഷെയറിങ് യുവർ നമ്പർ. ഈ നമ്പർ കിട്ടാൻ വേണ്ടി അല്ലേ ആ ഒരു മെസ്സേജ് അവിടെ ഇട്ടത്? ഉടനെ തന്നെ അക്ബർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, കംഫർട്ടബിൾ ഓഫ് ഷെയറിങ് മൈ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ കൊടുക്കുന്നത്. ഇത് നടക്കുന്നത് 9:50 ശേഷമാണ്. ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, 10 മണി കഴിഞ്ഞു, ചിലപ്പോൾ 10:15 കാരണം അത്രയും സമയം അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ടെക്സ്റ്റിൻ്റെ സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫസ്മിന ചാറ്റ് ചെയ്യുന്നത്, അക്ബറിനോട് ചാറ്റ് ചെയ്യുന്നത് 10:37 അതായത് ജസ്റ്റ് ബിഫോർ ഐ ഷെയർ മൈ നമ്പർ വിത്ത് യു എന്ന് പറഞ്ഞിട്ട് അക്ബർ ഫസ്മിനയോട്, ഫസ്മിന ഹായ് പറഞ്ഞ് അക്ബർ അല്ലേ ഇത് ബിഗ് ബോസിൽ അക്ബർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ബിഫോർ ഐ ഷെയർ മൈ നമ്പർ വിത്ത് യു റൈറ്റ് എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ അക്ബർ BG ബോസ് എന്ന് ഫസ്മിന നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ടൈം എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഇതൊരു ട്രാപ്പാണെന്ന് ഞാൻ പറയാൻ കാരണം അവിടെയാണ്. ഫസ്മിനെയാണ് ഈ ലേഡി എന്ന ലെവലിൽ ചാറ്റ് ചെയ്തത്. ഫസ്മിനയുടെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം. ഇത്തരക്കാർക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അല്ലെങ്കിൽ ഫസ്മിന ആരാണ് ആ ചാറ്റ് ചെയ്ത പെൺകുട്ടി എന്ന് പുറത്ത് പറയണം. അതിനുള്ള ധൈര്യം കാണിക്കണം. ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ചാറ്റ് ചെയ്ത പെൺകുട്ടി ആരാണ്, ആ അക്കൗണ്ട് പുറത്ത് കാണിക്കണം. ധൈര്യം ഉണ്ടോ ഫസ്മിനയ്ക്ക്? ഉണ്ടെങ്കിൽ കാണിക്കും, ഡു ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്മിനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണിക്കുന്നു. ദിസ് ഇസ് മൈ അക്കൗണ്ട്, ഐ എക്സ്പോസ് പീപ്പിൾ. ഞാൻ മെസ്സേജ് അയച്ച കാര്യം മനസ്സിലായിട്ടുണ്ടാവും മേ ബി, വെൽ ഡോൺ റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്മിന ആ ചാറ്റ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഈ വെൽ ഡോൺ റിപ്പീറ്റ് എന്ന് പറയണമെങ്കിൽ അതിനിടയ്ക്ക് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടാവില്ലേ? ആ ചാറ്റ് അവിടെ എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഈ അക്ബർ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവാം, ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നാണ് ഫസ്മിന പറയുന്നത്. പക്ഷേ ഇവിടെ എന്തോ ഒരു റിപ്ലൈ അക്ബർ കൊടുത്തു. അതുകൊണ്ടാണ് അവിടെ വെൽ ഡോൺ റിപ്പീറ്റ് എന്ന ഒരു വാക്ക് വന്നത്. അവിടെ എന്താണ് ഫസ്മിന ഉദ്ദേശിച്ചതെന്നും എന്താണ് അക്ബർ കൊടുത്ത റിപ്ലൈ എന്നും നമുക്കറിയില്ല. അത് അവിടെ ഡിലീറ്റ് ചെയ്തേക്കാണ്. ആ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ടാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പബ്ലിഷ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രാപ്പ് തന്നെയാണ്. ഈ ചാറ്റ് അക്ബർ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഫസ്മിന ഡിമാൻഡ് ചെയ്യുമായിരുന്നു.
എന്തെങ്കിലും ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുമായിരുന്നു. ഇത് എനിക്ക് തോന്നുന്ന കാര്യമാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ എന്താണ് സത്യം എന്താണ് കള്ളം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ എക്സ്പോസ് ചെയ്യാൻ ഇറങ്ങുന്ന ആൾ എക്സ്പോസ്ഡ് ആവുന്നത് വല്ലാത്തൊരു സിറ്റുവേഷൻ അല്ലേ എന്നാലോചിച്ച് നോക്കിയേ. ഇതുപോലുള്ള ഫ്രോഡുകൾ പുറത്ത് വരിക തന്നെ വേണം. എന്തായാലും അക്ബർ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാണ്. കംപ്ലയിൻറ്റ് കൊടുക്കട്ടെ, പിടിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് ആണുങ്ങളുടെ ലൈഫ് വെച്ചാണ് ഇവരൊക്കെ കളിക്കുന്നത്. പെണ്ണ് വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ജയ് വിളിക്കുന്ന കുറേ ടീമുകളുണ്ട്. അവൻ അങ്ങനെയാണ്, അവൻ എങ്ങനെയാണ്. എനിക്ക് അക്ബറിനോട് പ്രത്യേകിച്ച് യാതൊരു ഇഷ്ടവും ഇല്ല, എന്നാൽ ഇഷ്ടക്കേടും ഇല്ല. ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോഴും ഞാൻ അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ പക്ഷേ ഇവിടെ അക്ബറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി ലൈഫിൽ പാർട്ട്ണറായിട്ടുള്ളപ്പോൾ ടിൻഡർ പോലുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഇവിടെ ഈ ചാറ്റ് ചെയ്തത്, നമ്പർ കൊടുത്തത്, അതൊന്നും മഹാ അപരാധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത്. ഓക്കെ, അതിനെയാണ് ഇവിടെ വലിച്ചു കൊണ്ടുവന്ന് വലിയൊരു ഇഷ്യൂ ആക്കി ആ ഫാമിലി വരെ തകർക്കുന്ന ലെവലിലേക്ക് ഫസ്മിന ചെയ്തു വെച്ചിരുന്ന. അക്ബറിൻ്റെ ഇമേജ് തകർക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഒരു പക്ഷേ ഫസ്മിന അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത കാര്യം അക്ബർ സമ്മതിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചാറ്റിൻ്റെ ഇടയിൽ മിസ്സായ ചാറ്റ് എന്ന് പറയുന്നത് നീ പോയി എൻ്റെ പണി നോക്ക് എന്ന് പോലെ അക്ബർ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോഴാണ് ഡോൺ റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്മിന റിപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയില്ല അവിടെ എന്താണ് ഇവർക്കല്ലേ സംസാരിച്ചെന്നുള്ളത്. എന്തായാലും ഫസ്മിനയുടെ ഇത്തരം ഉടായ്പകൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ലല്ലുവിൻ്റെ പേരും പറഞ്ഞിട്ട് ലല്ലുവിനെയും ഫസ്മിന ടിൻഡർ വഴിയാണ് പരിചയപ്പെട്ടതാണ് ഞാൻ കേട്ടത്. അത് എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ലല്ലുവിൻ്റെ കുറേ ചാറ്റുകളും കുറേ കുത്സിതങ്ങളൊക്കെ ഫസ്മിനെ എക്സ്പോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതൊരു വലിയൊരു അൽക്കുലത്ത് ഇഷ്യൂ ആക്കി മാറ്റി. അതിനുശേഷമാണ് ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആവുന്നതും. എന്നാൽ ഇന്നൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2 സെക്കൻഡ് വീഡിയോ ഉള്ളൂ. അതിനകത്ത് ഫസ്മിനയും ലല്ലുവും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വേറൊരാൾ കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് ഒരാൾക്ക് അയച്ചു കൊടുത്തതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം ഫ്രോഡാണ് ഈ കുട്ടി. വലിയ പ്രായമൊന്നുമില്ല, മാന്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാ കഴിവും അറിവും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ശരിക്കും ഇവരെ പോലുള്ള ആൾക്കാർ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ബാക്കി മാന്യമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അപമാനമാണ്. സംസാരിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു എത്തിക്സ് വേണ്ടേ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എത്തിക്സ് വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവരെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ ട്രാപ്പിലാക്കിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ഗുണം? ഇവിടെ ഒന്ന് വീഡിയോ കാണാൻ നിൽക്കരുത്, ഞാനതേ പറയത്തുള്ളൂ. അത്രമാത്രം മോശം പരിപാടിയാണ് കാണിച്ചേക്കുന്നത്. കണ്ടന്റിന് വേണ്ടിയാണോ അതോ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഫസ്മിന ഇവിടെ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ഫസ്മിനയുടെ ഡേർട്ടി ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചൂണ്ടിക്കാണിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.